ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞാനൊരു യാത്രയിലാണ്. മറ്റെങ്ങോട്ടുമല്ല, എറണാകുളത്തേക്കാണ്. എറണാകുളത്ത് ഏപ്പിയൻസ് മൂവ്മെൻറ്റ് സ്റ്റുഡിയോയിലേക്കാണ്. അതായത് നമ്മുടെ സ്റ്റണ്ട് മാസ്റ്ററായ ശ്രാവൺ മാസ്റ്ററുടെ അടുത്തേക്കാണ്. സംഭവം നമ്മുടെ ആദ്യത്തെ മലയാളം ഫിലിമായ സംഭവ വിവരണം 4.5 സംഘം എന്ന് പറയുന്ന മൂവി നമ്മുടെ സോണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതിൽ എനിക്ക് ഒരു ചെറിയൊരു വേഷം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വേഷമൊന്നുമല്ല, ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റായിട്ടാണ്. പക്ഷേ എനിക്കൊരു മലയാളത്തിൽ ആദ്യമായിട്ടൊരു ഡയലോഗ് കിട്ടിയൊരു വേഷമാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക. പിന്നെ ഞാനിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊരു മൂവിയുടെ വർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ശ്രാവൺ മാസ്റ്ററുടെ അടുത്തേക്കാണ്. ശ്രാവൺ മാസ്റ്ററുടെ ഫൈറ്റാണ് കൊറിയാണ്. അപ്പോൾ മാസ്റ്ററിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. പടത്തിൻ്റെ പേരെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് ഞാൻ വഴിയെ അറിയിക്കാം. അതാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ പോവുകയാണ്. ഇപ്പോൾ സമയം വന്നിട്ട് വെളുപ്പിന് 3:30 മണിയായി. 4 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ ഞാൻ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത് കേട്ടോ. നല്ല മഴയെന്ന് പറഞ്ഞാൽ മാരക മഴയുണ്ട്. ഞാൻ എങ്ങനെ സ്റ്റേഷനിൽ എത്തിപ്പെടുമെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഞാൻ ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. ബൈക്ക് 4 ദിവസത്തേക്കാണ് 170 രൂപ കേട്ടോ പാർക്കിംഗ് ഫീസ്. വർക്കല സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. വർക്കല റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നല്ല മഴയായിരുന്നു കേട്ടോ. ആകെ നനഞ്ഞ് പോകുന്ന കുളമായി. ഷൂവിനകത്തൊക്കെ വെള്ളം കയറിപ്പോയി കേട്ടോ. ഷൂവിനകത്തൊക്കെ ഒരുപാട് വെള്ളമായി. ഞാൻ വന്നിട്ട് 4 മണിക്കുള്ള ഏറനാട് എക്സ്പ്രസ്സിലാണ് പോകുന്നത് കേട്ടോ. എറണാട് എക്സ്പ്രസ് ഇപ്പോൾ വർക്കല എത്തിയിട്ടുണ്ട്. എറണാകുളത്ത് എത്തുമ്പോൾ ഏകദേശം ഒരു 7:30-8 മണി അടുപ്പിച്ചായിരിക്കും. അപ്പോൾ ആൾ വളരെ കുറവാണ്. ഇത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത് കൊണ്ട് ആൾ കുറവായിരിക്കും. അപ്പോൾ എന്തായാലും സീറ്റൊക്കെ ഒരുപാടുണ്ട്. സീറ്റ് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ട്രെയിനിൽ കയറി. ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ആൾ കുറവാണ്. സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളത്തൊരു 8 മണി അടുപ്പിച്ചെത്തും എറണാകുളത്ത്. ഇനി എറണാകുളത്ത് ചെന്നിട്ട് കാണാൻ. ഞാൻ എറണാകുളം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി പോയി ഫുഡ് കഴിക്കണം. നല്ല വിശപ്പായി. നല്ല മൊരിഞ്ഞ ചൂട് പൊറോട്ടയും ഒരു ബീഫ് റോസ്റ്റും പറഞ്ഞേട്ടാ. ഇനി ഇത് കഴിച്ചിട്ട് പോവാം. അപ്പോൾ ഞാൻ മെട്രോയിൽ കയറിയിട്ട് വൈറ്റിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. സംഭവം ബസ്സിലാകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് മെട്രോയിൽ കയറിയിട്ട് അവിടെ നിന്ന് പോകാം. നൈസായിട്ട് പ്ലാറ്റ്ഫോം ഒന്ന് മാറിപ്പോയി. 2-ലായിരുന്നു, ഞാൻ 1-ൽ കയറി. വഴി മാറി പ്ലാറ്റ്ഫോം മാറി കയറി. ഞാൻ ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും ഒരു മെട്രോ പോയി കേട്ടോ. ഇനി വരും, എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെയും ചെറിയ മഴക്കോളൊക്കെ ഉണ്ട്. നോക്കാം. മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തം നനഞ്ഞു ഊറ്റും. എൻ്റെ കുടയൊന്നുമില്ല. സുഹൃത്തുക്കളെ, അടുത്ത മെട്രോ വന്നിട്ടുണ്ട്. വീട്ടിൽ കയറി പോയിട്ട് വൈറ്റിലിറങ്ങാം. വൈറ്റിലിറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഓട്ടോയിലോ ബസ്സിലോ വേണം സ്പോട്ടിലേക്ക് പോകാനായിട്ട്. സംഭവം എന്ന് വെച്ചാൽ വൈറ്റിലിറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോയിലോ ബസ്സിലോ പോയിട്ട് അവരുടെ ഒരു വീടുണ്ട് കേട്ടോ. വീട്ടിൽ ചെന്ന് തങ്ങണം. സംഭവം അവിടെ ആളില്ല, അവർ പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചാവിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാവി എടുത്ത് എൻ്റെ അടുത്ത് വീട്ടിനകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് അവിടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈറ്റിൽ ഇറങ്ങി. ഇനി വൈറ്റിൽ വന്നിട്ടുണ്ട്. വൈറ്റിൽ ഇറങ്ങി ഇനി ഇവിടെ നിന്ന് ബസ്സിലോ ഓട്ടോയിലോ പിടിച്ചിട്ട് സ്ഥലത്തേക്ക് പോകണം. കറക്റ്റ് ഏരിയ അറിയില്ല, ലൊക്കേഷൻ നോക്കി പോകണം. അപ്പോൾ ഞാൻ നമ്മുടെ എല്ലാവരും കൂടിയിരുന്ന സ്ഥലത്തെത്തിയിട്ട് ഞാൻ വീട് കണ്ടുപിടിച്ചിട്ടുണ്ട്.
വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. സംഭവം അവരവിടെ ഇല്ല. ഞാനെന്തായാലും അങ്ങോട്ട് കയറുവാണ്. അവരിനി വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. മാസ്റ്ററിൻ്റെ സാധന സാമഗ്രികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചെരുപ്പൂരി വെച്ചിട്ടുണ്ട്. ആ താക്കോല് അവരിവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റൂമിലോട്ട് കയറട്ടെ. ഓക്കേ, അപ്പോൾ ഞാൻ റൂമിൽ കയറിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. സംഭവം ഇനി മാസ്റ്ററും നമ്മുടെ ആദ്യക്കുട്ടനൊക്കെ വരട്ടെ, എന്നിട്ട് ബാക്കിയുള്ള വീഡിയോസ് അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. വെളുപ്പിന് ഇറങ്ങിയതാണ്. കുറച്ച് നേരം ഉറങ്ങട്ടെ. നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ അന്ന് ഉറങ്ങി എഴുന്നേക്കപ്പോഴത്തേക്കും മാസ്റ്ററും ബാക്കിയുള്ള ടീമുകളും വരും. അവർ പടത്തിന് പോയിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. സംഭവം ഈ ലൈറ്റ് ഉണ്ടോ, ആ ലൈറ്റിൻ്റെ ഒരു ബ്ലറർ വെട്ടം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഒരു ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി ഇതേപോലെ. അപ്പോൾ മാസ്റ്ററൊക്കെ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ ലൊക്കേഷനിലോട്ടല്ലേ ബ്രോ പോണേ? ലൊക്കേഷനിലോട്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് നമ്മളെ ബ്രോയുടെ പേര് അനീഷ് ബ്രോ. ആദിത്യനെ അറിയാമല്ലേ? ആദിത്യനെ അറിയാം. അപ്പോൾ നമ്മൾ ലൊക്കേഷനിലോട്ട് പോകണം. എനിക്ക് അപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങിപ്പോയിട്ടാ, ഉറക്കം വെച്ചിലായിപ്പോയി. എന്നാൽ മാസ്റ്റർ ചോദിക്കുകയും ചെയ്ത് ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ മാസ്റ്ററിനെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. മാസ്റ്ററിനെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണിക്കാം. നമ്മൾ ലൊക്കേഷൻ വന്നിട്ട് ഏത് സ്ഥലത്താണ് കറക്റ്റ് സ്പോട്ട്? ആലുവ അടുത്താണ്. അപ്പോൾ നമ്മൾ ബാക്കി സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ട് നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. ഓക്കെ, എറണാകുളം ലുലു മാളാണ്. ലുലു മാളിൻ്റെ ഫ്രണ്ട് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കെട്ടി ചെറുതാണത് തന്നെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. നമ്മളിവിടെ മെയിനായിട്ട് വന്നു പറഞ്ഞാൽ നമുക്കുള്ള ഫുഡ് ഇവിടെയാണ് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് പോവാം. ഫുഡ് കഴിക്കട്ടെ. ഐറ്റംസ് ഉണ്ട്. ചട്നിയുണ്ട്, ചിക്കനുണ്ട്, തോരനുണ്ട്, അവിയലുണ്ട്, സാമ്പാർ, മീൻകറി, ചാറ്, സെറ്റ്. അപ്പോൾ നമ്മൾ ലൊക്കേഷനിലെത്തിയിട്ടാ. ലൊക്കേഷനിലെത്തി ഫുഡൊക്കെ കഴിച്ചു, ചോറൊക്കെ കഴിച്ചു. ഇനി ഇവിടെ കുറച്ച് പരിപാടിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലോട്ട് പോകും കേട്ടോ. നമ്മളെല്ലാവരും എത്തിയിട്ടില്ല. നമ്മൾ കുറച്ച് ടീമുകൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. ബാക്കി ടീമുകൾ എത്തും. ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അവർ വരുന്നുണ്ട് കേട്ടോ കൈ കഴുകാനായിട്ട്. നമുക്ക് റൂമിലേക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ടേ. ഇനി ഇതിലായിരിക്കും ഇനി അങ്ങോട്ട് പോകുക. ഹൈവേ റെസിഡൻസി, നമ്മൾ ഇവിടെയാണ് നമുക്കുള്ള റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ വന്നിട്ട് 1, 2, 3, 4 പേരാണ്. ബാക്കി നമ്മുടെ മാസ്റ്ററും ബാക്കി ഫൈറ്റേഴ്സും ഇനി വരും. നമ്മളിപ്പോൾ 4 പേര് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. റൂം നമ്പർ 200. ഓക്കെ, നമ്മൾ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ഞാനും നമ്മൾ ആരൊക്കെയുണ്ട് ഇവിടെ? അനീഷ്. അതെ, ഞാനും അനീഷ് ബ്രോയാണ് ഈ റൂമിൽ. എടാ നിങ്ങൾ വേറെ? മറ്റേ ഒറ്റ കൊള്ളണം. ഇതാകുമ്പോൾ ആൾക്കാരിലുണ്ട് കൊതിന് പെട്ടെന്നായിരുന്നു. അത് തുറക്കാക്കൂല. അപ്പറേ അത് മറ്റേ ഹാള്. സാജിർ മാസ്റ്റർ, ശ്രാവൺ മാസ്റ്റർ,
ആദിത്യൻ മാസ്റ്റർ. എല്ലാ മാസ്റ്റേഴ്സും എല്ലാ മാസ്റ്റേഴ്സും മാസ്റ്റർ ചക്കാവര വസ്തുവല്ല. രാത്രി ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാത്രത്തിരിക്കുന്നതാണ് നമ്മുടെ ഫുഡ്. എന്തിൻ്റെ ഡ്യൂപ്പ്? അല്ല, സാധാരണ സ്പൂണല്ലേ പറഞ്ഞത്? മീനല്ലേ ചപ്പാത്തി ചപ്പാത്തി കിട്ടിയില്ലേ? ചിക്കൻ ഫ്രൈ മോനെ, കുറഞ്ഞ ചിക്കൻ ഫ്രൈ എവിടെ എത്തൂല. കാണണ്ടിയാണ് എന്നാലും കഴിച്ചിട്ട് പോണേ. ചമ്മന്തി കഴിച്ചിട്ട് മന്തി പയറുണ്ട്, അത് സ്ഥിരണ്ടാന്നാ. കറി, മീൻകറി, ഡാല്, കഞ്ഞി. കഞ്ഞി സെയിം സാധനം, ഒരു വ്യത്യാസം. അത് എല്ലാ നാട്ടിലും അതുണ്ടാവും. ഓക്കെ, എല്ലാ കാലത്തും നൈറ്റ് ഫുഡ് എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഞങ്ങൾ പോലെ എന്റെ മെസ്സേജ് അയക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അതിനാണ് ചോദിച്ചിട്ട് റിപ്ലൈ ആട്ടെ അറിയില്ല. എന്താ ഇത്? അപ്പൊ നമ്മളിന്ന് നമ്മള് തീർത്തിട്ട് വരെ. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി കിടന്ന് ഉറങ്ങണം. രാവിലെ എത്ര മണിക്ക് പോകണം? 6 മണിക്ക്. അപ്പൊ നമുക്ക് 6 മണിക്ക് ലൊക്കേഷനിലോട്ട് പോകണം. അപ്പൊ നമ്മുടെ സാജിർ ബ്രോ ഉണ്ട്, അനീഷ് ബ്രോ ഉണ്ട്. അപ്പൊ നമ്മള് എല്ലാം കഴിഞ്ഞ് ഓക്കെ സെറ്റാണ്. ഇനി കിടന്ന് ഉറങ്ങണം. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. അതുവരെ ബൈ.